സാറേ ആ പോയ കാര്യം എന്തായി സാറേ? അതിൽ സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മാങ്കുളത്ത് നിന്ന് കുറത്തിക്കുടി വഴി നമ്മുടെ പഴയ രാജപാതയിലൂടെ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ 28-ാം തീയതി. സാറേ ഈ റാലി നടത്തിയാൽ വനംവകുപ്പ് കേസെടുക്കില്ലേ? എടുക്കട്ടെ. എന്നാലും നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്ന പ്രശ്നം. വെള്ളക്കയുടെ കാര്യം ഇപ്പൊ എന്താ? അദ്ദേഹത്തിന് സ്ഥിതി എന്തായിരുന്നു? അയാളുടെ കാര്യം ഒരല്പം സീരിയസ് ആണ്. ഒറ്റയാനാണോ ആക്രമിച്ചത്? അതെ. കരച്ചിൽ കേട്ട് ആളുകൾ ഓടിക്കൂടും. പിന്നെ പടക്കം പറഞ്ഞ് ആനയെ ഓടിച്ചു, ജീപ്പിൽ കയറ്റി മച്ചിപ്ലാവിൽ എത്തിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റോഡാകെ ബ്ലോക്ക്. പിന്നെ ഒരു വിധത്തില് കോതമംഗലത്ത് എത്തിച്ചു. കിലോമീറ്റർ 1-2 അല്ലല്ലോ. ഓ അത് ശരി. അപ്പൊ ഈ 40 കിലോമീറ്റർ കൊണ്ട് എത്തേണ്ട സ്ഥലത്താണ് ഈ 90 കിലോമീറ്റർ യാത്ര ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അല്ലേ? അതെ. അപ്പൊ ഈ രാജപാത തുറന്നു കിട്ടിയിരുന്നെങ്കിലോ 90 കിലോമീറ്റർ 40 കിലോമീറ്റർ ആയിട്ട് മാറിയാൽ. തീർച്ചയായും അതാ ശരി. എന്ത് ചെയ്യാം? അന്ന് പ്രളയം ഉണ്ടായി രാജപാത നശിക്കാതിരുന്നെങ്കിൽ പ്രധാന പാത ഇതായിരുന്നു. 99-ലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വലിയ രീതിയിൽ വെള്ളം ഉയരുകയും പൂയംകുട്ടി, കുട്ടമ്പുഴ, പിന്നെ താഴേക്കുള്ള പ്രദേശങ്ങളെല്ലാം അന്ന് ആ വലിയ പ്രളയത്തിൽ മുങ്ങിപ്പോയിരുന്നു അല്ലേ സാറേ? അത് മാത്രമല്ല പ്രളയത്തിന്റെ ചരിത്രം രാജപാതയുടെ അത് പറയാം. BC 250-നും 300-നും ഇടയിൽ മധുരയെയും മുസരീസിനെയും ബന്ധിപ്പിക്കുന്ന വ്യാപാര ആവശ്യങ്ങൾക്ക് നിർമ്മിച്ച ഇടനാഴിയായിരുന്നു രാജപാത എന്ന് ചരിത്രം പറയുന്നു. 1341-ലെ പ്രളയത്തിൽ മുസരീസ് തുറമുഖം തകരുകയും തുടർന്ന് കൊച്ചി തുറമുഖം നിർമ്മിക്കപ്പെട്ടു. കൊച്ചിയിൽ നിന്നും മൂന്നാറിലേക്കുള്ള പുതിയൊരു ഇടനാഴി അതോടുകൂടി തുറക്കപ്പെട്ടു. അതാണ് പഴയ ആലുവ മൂന്നാർ രാജപാത. സുഗന്ധവ്യഞ്ജനങ്ങളടക്കമുള്ള ചരക്ക് നീക്കങ്ങൾക്ക് കാളവണ്ടി ഓടുവാനുള്ള വീതിയോടെയാണ് ആദ്യം പാത നിർമ്മിച്ചത്. ആലുവ, കോതമംഗലം, തട്ടേക്കാട്, കുട്ടമ്പുഴ, പൂയംകുട്ടി, പീണ്ടിമേട്, കുറത്തിക്കുടി, പെരുമ്പൻകുത്ത്, 50-ാം മൈല്, കരിന്തിരി, നല്ലതണ്ണിക്കല്ലാർ വഴി മൂന്നാറിലേക്ക് രാജപാത നിർമ്മിച്ചു. എന്നാൽ 1924-ൽ സംഭവിച്ച പ്രകൃതി ദുരന്തത്തിൽ മൂന്നാറും പരിസര പ്രദേശങ്ങളും താറുമാറായി. മൂന്നാറിൽ വൈദ്യുതിയും റോപ്പ് വേയും മോണോറെയിലും വരെ ഉണ്ടായിരുന്നു. പ്രകൃതി ദുരന്തം സംഭവിച്ച് മൂന്നാറും ഹൈറേഞ്ചുമെല്ലാം തകർന്ന 1924-ൽ തന്നെ ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാറാണി സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടി പുതിയ പാലം പണിയുവാൻ അനുമതി നൽകി. കോതമംഗലം, നേര്യമംഗലം, അടിമാലി വഴി മൂന്നാറിലേക്കുള്ള പുതിയ റോഡ് 1935 മാർച്ച് 2-ന് തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തര തിരുനാൾ രാമവർമ്മ ജനങ്ങൾക്കായി തുറന്നു നൽകി. പിന്നീട് പഴയ ആലുവ മൂന്നാർ രാജപാത പുനർനിർമ്മിച്ചില്ല. എന്നാലിപ്പോൾ പഴയ ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകണമെന്ന ആവശ്യം നാടെങ്ങും ശക്തമാവുകയാണ്. അതിനുവേണ്ടി കേസുകളും തർക്കങ്ങളും പ്രക്ഷോഭങ്ങളും നാടെങ്ങും നടക്കുന്നു. പൊതുജനങ്ങളും വനം വകുപ്പുമായി നടക്കുന്ന തർക്കങ്ങൾ തുടരുകയാണ്. ഇളമ്പളശ്ശേരി വഴി നേരെ മൂന്നാറിലേക്ക് തിരുവന്ന് മാങ്കുളത്ത് പോവുക. വലിയ പ്രയോജനം. വീണ്ടും 100 വർഷങ്ങൾക്ക് ശേഷം പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പഴയ ആലുവ മൂന്നാർ രാജപാതയുടെ ഇപ്പോഴുള്ള അവസ്ഥകളിലേക്ക് നമുക്ക് പോകാം. പെരുമ്പൻകുത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കുറത്തിക്കുടിയിൽ ആദിവാസി സമൂഹം ജീവിച്ചു വരുന്നു. 3 ഭാഗത്തായി 300ഓളം കുടുംബങ്ങളും 1200-ന് മുകളിൽ ആളുകളും താമസിച്ചു വരുന്നു. 1924-ലെ പ്രകൃതിക്ഷോഭത്തിന് മുൻപും കുറത്തിമലയുടെ അടിവാരത്തിൽ ആദിവാസി സമൂഹം താമസിച്ചിരുന്നു. പക്ഷേ 1924-ൽ കുറത്തിമല ഇടിഞ്ഞ് കല്ലും മണ്ണും കുടിയിലെ വീടുകൾക്ക് മുകളിൽ വീണ് നിരവധി ആളുകൾ മരിക്കുകയും അതിൽ കുറേ മനുഷ്യരെ കാണാതാവുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. അതിനുശേഷം കുടിയിലെ പഴമക്കാർ പല സ്ഥലങ്ങളിലേക്കും മാറി താമസിച്ചു തുടങ്ങിയെന്നും ചരിത്രങ്ങൾ പറയുന്നു. 1996 വരെ പൂയംകുട്ടിയിൽ നിന്നും ജനങ്ങളും വാഹനങ്ങളും ഈറ്റ, മുള എന്നിവ കൊണ്ടുപോകുന്നതിന് ലോറികളും പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്തിലും മാങ്കുളത്തും എത്തിയിരുന്നു. എന്നാൽ ഇന്ന് PWD റോഡായ പഴയ ആലുവ മൂന്നാർ പ്രധാന പാത വനം വകുപ്പ് ജനസഞ്ചാരവും ഗതാഗതവും തടഞ്ഞിരിക്കുകയാണ്. പൂയംകുട്ടിയിലും പെരുമ്പൻകുത്തിലും ഇപ്പോൾ പൊതുജനങ്ങളെയും വാഹനങ്ങളെയും തടയുകയാണ്. രാജപാതയിൽ പ്രവേശിക്കുന്നതിനെതിരെ
കേസുകൾ എടുക്കുകയും ചെയ്യുന്നു. ഇത് ഓൾഡ് ആലുവ മൂന്നാർ റോഡാണ്. രാജപാത എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ രാജപാതയ്ക്ക് ചരിത്രം ഉറങ്ങുന്ന ഒത്തിരി കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ BC മുതൽ തുടങ്ങിയതാണ്. പാണ്ഡ്യ രാജാക്കന്മാരാണ് ഇതിന്റെ പാത ഉണ്ടാക്കിയത്. അതിനുശേഷം പൂഞ്ഞാറ്റി തമ്പുരാനായി മൂന്നാറിലുള്ള സ്ഥലവും മറ്റു കാര്യങ്ങളും. അതിനുശേഷം ഇത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഏരിയ വന്നു. പിന്നെ ഈ റോഡ് ഇത്രയും റോഡായിട്ട് ഡെവലപ്പ് ചെയ്തത് 1873 പൂഞ്ഞാറ്റിലെ രാജാ രവിവർമ്മയും അതുപോലെ തന്നെ മൺട്രോ എന്ന് പറഞ്ഞ ഒരു സാഹിബും തമ്മിൽ ഒരു കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ് ഉണ്ടായി. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിലുള്ള എസ്റ്റേറ്റ് ടീ പ്ലാന്റേഷനും കാർഡമം പ്ലാന്റേഷനും കോഫി പ്ലാന്റേഷനും വേണ്ടിയിട്ട് 3000 രൂപ ലീസിനെടുത്തു. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിനോടനുബന്ധിച്ചുള്ള പാതകളും മറ്റു കാര്യങ്ങളും അവർക്ക് ഉപയോഗിക്കാമെന്ന്. ആ ലീസ് എഗ്രിമെന്റ് ഉണ്ട്. ആ ലീസ് എഗ്രിമെന്റ് കോപ്പി എന്തെങ്കിലുണ്ട്. അങ്ങനെയുള്ള പാതയാണ്. അതിനുശേഷം കണ്ണനും ദേവനും ഈ വഴി കാണിച്ചു കൊടുത്ത് ഇത് 10:1 കോണ്ടൂർ ലൈനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്നാർ കിടക്കുന്നതെന്ന് പറഞ്ഞാല് സീ ലെവലിൽ നിന്ന് ഏകദേശം ഒരു 4000-4500 അടി മുകളിലാണ് കിടക്കുന്നത്. ആ 4500 അടിയോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ടോപ്പ് ഗിയറിൽ വണ്ടി പോയി കഴിഞ്ഞാൽ ഒരിടത്തും ഫസ്റ്റോ സെക്കൻഡോ ഒരിടത്തും ഇടാതെ ഘോരമായ വളവുകളില്ലാതെ കൃത്യമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു വഴിയാണ്. ഇപ്പൊ കോതമംഗലത്ത് നിന്ന് മൂന്നാർ ചെല്ലണമെന്നുണ്ടെങ്കിൽ 80 കിലോമീറ്റർ എടുക്കും. അതേസമയം കോതമംഗലത്ത് നിന്ന് ഈ വഴിയെ രാജപാത വഴി മൂന്നാർ ചെല്ലണമെന്നുണ്ടെങ്കിൽ വെറും 55-60 കിലോമീറ്റർ കൊണ്ട് ചെല്ലും. അതെന്ന് വെച്ചാൽ വളരെ സുഗമമായിട്ടുള്ള വഴിയാണ്. ഇതിലെയാണ് ഇതെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ വഴി തിരിഞ്ഞു പോയതിനകത്ത് ഒത്തിരി കഥകളുണ്ട്. 1924 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. അന്നേരം ഈ ശില്പഭാഗത്ത് അതിനകത്ത് മലയിടിച്ചിലുണ്ടായി. അതോടനുബന്ധിച്ച് ഈ അന്നത്തെ റാണി സേതു ലക്ഷ്മിഭായി പ്രജാസഭ മെമ്പറായിരുന്ന കോതമംഗലം തരിയത് കുഞ്ഞിത്തമ്മനുണ്ടായിരുന്നു. അപ്പൊ അടിമാലി ഏരിയയെല്ലാം കുടിയേറ്റം ഉണ്ടായ ഒരു സമയമായിരുന്നു. അപ്പൊ ആ കുടിയേറ്റക്കാരുടെ ഇടയ്ക്കൂടെ റോഡ് പോകുന്നതിന് വേണ്ടിയിട്ട് പുള്ളി പ്രജാസമിതി സ്വാധീനം ചെലുത്തി. അങ്ങനെ നേരിമംഗലത്ത് പാലം പണിതു. കട്ടേക്കാട് ചപ്പാത്തം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഈ റോഡ് വഴിതിരിഞ്ഞു പോയത്. എങ്കിൽ തന്നെയും ഈ റോഡ് 35 ആദിവാസി സെറ്റിൽമെന്റ് കോളനികളും അവരുടെ ഉപയോഗത്തിൽ ഇരുന്നതാണ്. മാങ്കുളത്തുള്ള ആൾക്കാർക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ പല ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് ഈ റോഡ് ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് ഇങ്ങനെ ഒരു തടസ്സങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഏതായാലും ഇതിന്റെ തടസ്സങ്ങൾ ഒഴിവായി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പം ജനം ഇരിക്കുകയാണ്. ആലുവ മൂന്നാർ രാജപാതയുടെ 1-ാം മൈൽ തെറ്റി കോതമംഗലത്ത് കർമ്മരി ഹോസ്പിറ്റലിന് അവിടെ ഇട്ടിരിക്കുന്നു. അങ്ങനെ അതേ രീതിയിൽ 60-ാം മൈൽ വരെയുള്ള മൈൽ തെറ്റികള് മൂന്നാർ വരെ മഹാരാജാക്കൾ ഇട്ടതാണ്. അതിൽ ഇട്ടതില് എനിക്ക് തോന്നുന്നു ഒരു 40 മൈൽ തെറ്റുകൾ ഇപ്പോഴും നിലവിലുണ്ട്. ഈ കാണുന്ന കലിഞ്ച എന്ന് പറഞ്ഞാൽ 1873 മഹാരാജാക്കന്മാർ രാജപാത പണിത കൂട്ടത്തിൽ പണിതാണ്. ഈ കരിങ്കല്ലിൽ കെട്ടി പണിതിട്ടുള്ളതും അതിനുശേഷം ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളതുമാണ്. എന്നാൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡുകാർ പണിത പാലത്തിന്റെ ഇതാ കണ്ടിരുന്നു. ഇത് 1979 കാലഘട്ടത്തിൽ പണിത. അതിന്റെ അടി പറഞ്ഞിട്ടുണ്ട്. ഇത് പൂയംകുട്ടി മുതല് പീണ്ടിമേട് റൈറ്റ് റോയൽറ്റി പ്രോജക്ട് വരെ അതിന്റെ ഇന്ദിരാഗാന്ധി ഒരു പ്രോമിസ് ചെയ്തിരുന്നു. ഈ മലബാറിലുള്ള ഒരു പദ്ധതി ഉപേക്ഷിച്ച് കഴിയുമ്പോൾ പൂയംകുട്ടി പദ്ധതി അനുവദിക്കുമെന്ന്. അങ്ങനെ പൂയംകുട്ടി പദ്ധതിയുടെ ഭാഗമായിട്ട് 1979 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകാര് നിലവിലുണ്ടായിരുന്ന രാജപാത സർക്കാരിനോട് അനുവാദം ചോദിച്ചിട്ട് അവർ വീതി മുട്ടിപ്പെടുന്നതാണ്. അങ്ങനെ 7 കിലോമീറ്റർ 8 കിലോമീറ്റർ മുഴുവൻ മെറ്റിലിട്ടിരിക്കുകയാണ്. ഇതേ ലെവലില് പീണ്ടിമേട് ജില്ലയാണ്. പീണ്ടിമേട് ചെന്ന് കഴിയുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഒരു 4 കൊന്നത്തെങ്ങിന്റെ പൊക്കമുള്ള സ്ഥലത്തുനിന്ന് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആതിരപ്പള്ളി പോലെ പാസ് വെച്ച് ഒരു എന്താണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഇലക്ട്രിസിറ്റി ബോർഡിനോ സർക്കാരിനോ വരുമാനം കിട്ടുന്നതാണ്. പെരുമ്പംകുത്ത് ടു കോതമംഗലം റോഡ് എന്ന് പറഞ്ഞാൽ മേജർ എറണാകുളം ജില്ലയുടെ ഡിസ്ട്രിക്ട് റോഡാണ്. രാജപാത ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചിട്ടുണ്ട്. മുൻ മന്ത്രി PJ ജോസഫ് PWD മിനിസ്റ്റർ ആയിരുന്നപ്പോൾ, അതുപോലെ തന്നെ TU കുർലാൻചേട്ടന്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ MLA നമ്മുടെ ആന്റണി ജോണ്, പിന്നെ മാങ്കുളത്തെ CPM-ന്റെ അവിടുത്തെ മൂന്നാർ MLA D രാജ, അതുപോലെ ഇവിടെ ലോക്കലായിട്ടുള്ള രാഷ്ട്രീയക്കാരെ മുഴുവൻ എല്ലാവരും ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്.
അപ്രകാരം ഒരിക്കൽ ചെയ്തത് ഞങ്ങൾ ഈ റോഡ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കേസ് ഫയൽ ചെയ്യണമെന്ന് ഞാൻ ഷാജിയായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഷാജി ഒന്നാം കക്ഷിയായിട്ട്, അതുപോലെ തന്നെ കണ്ണൻ എന്ന് പറഞ്ഞ ഒരു ആദിവാസി രണ്ടാം കക്ഷിയായിട്ട് ഞങ്ങൾ 25/663/2020 എന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്തു. 1924 രാജപാത തകർന്നതിന് ശേഷം ജനങ്ങൾ എങ്ങനെയാണ് പുറം ലോകവുമായി ബന്ധപ്പെട്ടതെന്ന് പലരുടെയും ചോദ്യങ്ങൾക്ക് ശരിയായ ഒരു ഉത്തരം ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മാങ്കുളം, മൂന്നാർ, അടിമാലി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും അക്കാലത്തെ ജനങ്ങൾ മൺപാതയിലൂടെ കുതിരവണ്ടിയിലും കാളവണ്ടിയിലും പോത്തുവണ്ടിയിലും കാൽനടയായും സഞ്ചരിച്ച് പുഴക്കരികിലൂടെയുള്ള കാനനപാതയിലൂടെ ഇഞ്ചത്തൊട്ടി വഴി തട്ടേക്കാട്ടെത്തി, തട്ടേക്കാട് കടത്ത് കടന്ന് കോതമംഗലത്തെത്തി പ്രധാന സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചിരുന്നു. അതുപോലെ തന്നെ പൂയംകുട്ടി പ്രദേശങ്ങളിലുള്ളവരും അടിമാലി, മൂന്നാർ ഭാഗങ്ങളിലേക്ക് പോയി വരുന്നതിന് ഈ പാത തന്നെ ഉപയോഗിച്ചിരുന്നു. അടിമാലി ഭാഗത്തുള്ളവർ കല്ലാർകുട്ടി, പനംകുട്ടി വഴി മരപ്പാലം കടന്ന് ഇടുക്കിയിലേക്കും നേര്യമംഗലത്തേക്കും മറ്റുള്ള പ്രദേശങ്ങളിലേക്കും സഞ്ചരിച്ചിരുന്നു. എന്റെ പേര് അഡ്വക്കേറ്റ് മാത്യു ദേവതി. ഞാൻ ഈ ആലുവ രാജപാതയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോടതി കാര്യങ്ങൾ നടത്തുന്ന ഒരു വക്കീൽ കൂടെയാണ്. അപ്പൊ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, പലർക്കും സംശയം ഉണ്ടാവും ഞാൻ എന്തുകൊണ്ട് ഈ പുഴയുടെ സൈഡിൽ നിൽക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ സെൻട്രൽ സഭയോഗത്തിൽ രേഖകളും കാര്യങ്ങളെല്ലാം സമാഹരിക്കാൻ വേണ്ടി സർവേരേഖകൾ പരിശോധിച്ച് മനസ്സിലാകുന്നത് പെരിയാറിന്റെ കൈവഴിയായ കട്ടപ്പാറ, മൂത്രപ്പുഴയാറ്, നല്ലതണ്ണിയാറ്, കരുത്തിരിയാറ്, ഇങ്ങനെ പുഴയുടെ സൈഡിൽ കൂടെയാണ് നമ്മുടെ ആലുവ മൂന്നാർ പൈതൃക രാജപാത കടന്നു വരുന്നത്. അത് കാരണം വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു രാജവീതിയാണ്. അപ്പൊ ഇത് പുനഃസ്ഥാപിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ഒരു ആവശ്യം കൂടെയാണ്. ഇങ്ങനെ പറയാനുള്ളത് ഇതിനകത്ത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, സർവേരേഖകൾ, റവന്യൂ റിപ്പോർട്ട്സിൽ ഉൾപ്പെട്ടു വരുന്ന ഈ രാജപാത എന്തുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. 2, വനത്തേക്കോട് 1980 മുമ്പ് ഫോറസ്റ്റ് എക്സ്പ്ലോറേഷൻ ആക്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പാത തുറക്കാൻ എന്താണ് തടസ്സം. നേരത്തെ പറഞ്ഞ പോലെ 2 വാദമുഖങ്ങളാണുള്ളത്. ഒന്ന്, റവന്യൂ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട് വരുന്ന റോഡ് കാരണം യാതൊരു നിയമ തടസ്സമില്ല, PWയുടെ കൈവശത്തിരിക്കുന്ന റോഡാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഒപ്പം 1980 ഫോറസ്റ്റ് എക്സ്പ്ലോറേഷൻ ആക്ട് ഇതിന് വല്ല തടസ്സം ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയപ്പെടേണ്ട ഒരു കാര്യമാണ്. റോഡിന്റെ സുസ്ഥിര വ്യവസ്ഥയെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ അടുത്ത് മസനഗുഡി, അതായത് നമ്മുടെ മുതുമല ടൈഗർ റിസർവ് വഴി കടന്നു പോകാൻ ഇടയുണ്ടായി. അതുവഴി വളരെയധികം വാഹനങ്ങളും സഞ്ചാരികളും എല്ലാം പോകുന്ന ഒരു വഴിയാണ്. വേൾഡ് ടൂറിസം ഡേയുടെ ഭാഗമായിട്ട് അതിൽ ഇഷ്ടംപോലെ സഞ്ചാരികൾ കടന്നുപോയിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 27-ാം തീയതി ആയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതുപോലെ ഒരു വികസനം നമ്മുടെ നാട്ടിലുണ്ടാകണം. കാര്യം ഇവിടെ വനം സമ്പത്ത് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യനെ ആസ്വദിക്കാൻ കൂടെയുള്ളതാണ്. അപ്പൊ അത് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള സുസ്ഥിര കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം വരണം. പെരുമ്പൻകുത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 6-ാം മൈലിലെത്താം. കുടിയേറ്റ ജനവാസ മേഖലയാണ്. നല്ല റോഡും അതുവഴി ദിനംപ്രതി നിരവധി വാഹനങ്ങളും സഞ്ചാരികളും വന്നുപോകുന്നു. കൂടാതെ മാങ്കുളം, പെരുമ്പൻകുത്ത്, ആനക്കുളം എന്നിവിടങ്ങളിൽ വന്നുപോകുന്ന വിനോദസഞ്ചാരികൾ 6-ാം മൈലിലെത്തി അവിടെ നിന്നും ചേവലുകുടി, ചിക്കണംകുടി, സിങ്കുകുടി, കള്ളക്കുട്ടിക്കുടി തുടങ്ങിയ ആദിവാസി കുടികളും സന്ദർശിക്കാറുണ്ട്. ഈ പഴയ ആലുവ മൂന്നാർ റോഡിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലെ ഇഷ്ടം പോലെ വണ്ടി, മാങ്കുളത്ത് വണ്ടി വരുന്നതിന് മുമ്പ് ഈ ആലുവ മൂന്നാർ റോഡിൽ കൂടെ 40 വർഷങ്ങൾക്ക് 50 വർഷം മുമ്പ് വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ട് വന്നിട്ടുള്ള വഴിയാണിത്. ഓരോ ഒരു കരിങ്ക് മാത്രം ഉണ്ടായാല് 15 കിലോമീറ്റർ ചെന്നാൽ കറക്റ്റ് നല്ലതന്നെ കല്ലാറില് ഈ വഴി എന്ന് നോക്കും. ഇത് രാജപാതയാണ്. പെരുമ്പൻകുത്തിൽ നിന്നും കുറത്തിക്കുടിയിലേക്കുള്ള പഴയ ആലുവ മൂന്നാർ രാജപാത ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഏകദേശം 4 കിലോമീറ്ററോളം KSIB ടാർ ചെയ്തിരിക്കുന്നു. എൻ്റെ പേര് ഉഷയാണ്. ഇത് എൻ്റെ അമ്മായച്ചനാണ്. 95 വയസ്സുണ്ട്. ഈ കുടിയിൽ, ഈ കുറത്തിക്കുടിയിലെ ഏറ്റവും തലയ്ക്ക് മൂത്ത ഒരാളാണ്. എൻ്റെ അമ്മായച്ചൻ്റെ പേര് റാണിമുത്തനാണ്. ആ കാലത്തിലെ വലിയൊരു മുടിയായിരുന്നു ഈ ചെലമ്പിവര എന്ന് പറയുന്ന സ്ഥലം. ആ ഉരുളുപൊട്ടലിൽ ആ 30 കുടുംബക്കാരും മരിച്ചു പോവുകയും ഞങ്ങളുടെ ഈ റോഡുകളിൽ ആ വന്നേക്കുന്ന 3 കല്ല് എന്ന് പറയുന്ന സ്ഥലം അതായിരുന്നു എന്നാണ് ഞങ്ങളുടെ കാരണന്മാർ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ പുറത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തോടെ ഞങ്ങൾ 500 പേർക്കാറുണ്ട്. അത്രയും കുടുംബക്കാരുള്ള ഒരു മേഖല. ഒരു ഇടമലക്കായൊക്കെ കുടിയാണ് ഏറ്റവും വലിയ കുടിയാണ് പുറത്തേക്കുടി എന്ന് പറയുന്നത്. അത്രയും കുടിക്കാരുമാണ് ഞങ്ങളുടെ കുടി, ആദിവാസി കുടി. ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് പുറത്തേന്ന് പറഞ്ഞ മേഖല. ഞങ്ങൾ കുറത്തുകൂടി ട്രൈബൽ സെറ്റിൽ താമസിക്കുന്ന മുതുവാൻ സമാജത്തിൽപ്പെട്ട വ്യക്തികളാണ്, ആദിവാസികളാണ്. ഇവിടെ നിന്ന് അടിമാലി പോകണമെങ്കിൽ 3500 രൂപ വണ്ടിക്കൂലിയാണ്. പിന്നെ ഞങ്ങൾക്ക് ബസ് സർവീസ് വേണമായിരുന്നു.
നമസ്കാരം. ഞാൻ സിംഗൂടി ട്രൈബൽ സെറ്റിലെ നിവാസിയാണ്. ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, എൻ്റെ അറിവിൽ ഒരു 40-50 കൊല്ലം മുമ്പ് തന്നെ ഞങ്ങൾ സെറ്റിൽമെന്റിൽ കുടിയായി താമസിക്കാൻ തുടങ്ങിയതാണ്. കടമരക്കുടി എന്നാണ് ഞങ്ങളുള്ളത്. അന്നത്തെ കാലം തൊട്ട് തന്നെ ഈ പഴയ ഓൾഡ് ആലം എന്ന രാജപാത ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 2013-14 കാലഘട്ടങ്ങളിൽ വരെ ഞങ്ങൾ ഇവിടുന്ന് 50 മൈൽ വഴി മൂന്നാർ GH-ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങളൊരു 115 കുടുംബം സിംഗൂടി ട്രൈബൽ സെറ്റിൽമെന്റിൽ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ആലം മൂന്നാർ റോഡ് വളരെ ഉപകാരപ്പെട്ടതാണ്. ഈ ആലുവ മൂന്നാർ രാജപാത ഇവിടെ ഉള്ളതാണ്. ഇവിടെ ബംഗ്ലാന്തരമുണ്ട്. ബംഗ്ലാവ് പണിത് പൂർത്തിയാകാൻ പറ്റിയില്ല. അത് വലിയ പ്രളയം വന്നു. അതെല്ലാം ഈ വഴി ഉള്ളതാ. ഈ വഴി തുറന്നു കിട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങൾക്ക് നാട്ടിലുള്ളവരോ എല്ലാവരും ഓരോ കുളത്ത് വെള്ളം പാലൊഴി എല്ലാ സൗകര്യം തരണം. റോഡ് തുറക്കണം. ചിക്കൽ വന്നാലും അതിന് തുറന്നെങ്ങനെയായാലും ഈ വഴി തുറക്കണം. അതായത് ആകെ തന്നെ ഇവിടെ ഈ ചിങ്കുടി, കള്ളക്കുട്ടിക്കുടി, പെരുമാൾകുടി, പാറക്കുടി എന്നീ കുടികളിൽ മൊത്തം ജനസംഖ്യ തന്നെ 10-500ഓളം ആൾക്കാർ വരുന്നുണ്ട്. ഇത്രയും ആൾക്കാർക്കാണ് ഇവിടത്തെ റോഡ് തുറന്നു കിട്ടിയാൽ നല്ല സൗകര്യമായിരിക്കും. അതുകൂടാതെ നമ്മുടെ ചിക്കണംകുടി ആൾക്കാരും അതിന് കൂടുതൽ ജനസംഖ്യ കൂടുതലാണ്. എന്റെ പേര് അജിത. ഞാൻ ഇവിടെ വാങ്കളത്ത് വന്നിട്ട് 10-25-30 വർഷത്തോളമായി. പെരുമൻകുത്തിൽ നിന്ന് 50 മൈൽ വരെയുള്ള റോഡ്, അതിന്റെ ആ ഇരുവശങ്ങളിലും ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 കിലോമീറ്റർ നടന്നാണ് ഞാൻ ഹരിതകർമ്മസേനയ്ക്കൊക്കെ പോയിട്ട് മാങ്കളത്തിന് ഓരോ ആവശ്യങ്ങൾക്ക് പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നടന്ന് എത്തുന്നത്. ഇവിടെ അടിമാലിൽ നിന്ന് ഒരു ബസ് വരുന്നത് താഴെ വരുമ്പോൾ 10:30 സമയമാകും. പക്ഷേ എനിക്ക് ഹരിതകർമ്മസേനയ്ക്ക് 9 മണിയാകുമ്പോൾ മാങ്കളത്ത് പഞ്ചായത്ത് NCP പോയി ജോയിൻ ചെയ്യണം. 9 മണി ആകുമ്പോൾ ചെന്നില്ലെങ്കിൽ നമുക്കന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മളിങ്ങോട്ട് നടന്നാണ് വരുന്നത്. ബസ് ആ സമയത്ത് വന്നിട്ട് പോവുകയാണ്. നമ്മളൊരു ജീപ്പ് വിളിക്കണമെങ്കിൽ നമ്മൾ 500 രൂപ കൊടുക്കണം. പിന്നെ അത് തന്നെയല്ല, നമ്മൾ പിന്നെ കുറേ ദൂരം നടക്കുകയും ചെയ്യണം. ഞങ്ങളുടെ അടുത്ത് ആണ് ആദിവാസി കുടി. അവിടുന്ന് ഒരു രോഗിയെ ഒരു പ്രസവത്തിന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഈറ്റക്കമ്പ് വെച്ച് കെട്ടി അതേലാണ് രോഗിയെ കിടത്തി ഞങ്ങൾ അടിമാലി പോയി. മിക്കവാറും ഈ വഴി ദൂരം ഉള്ളതുകൊണ്ടും വഴി മോശമായതുകൊണ്ടും ഞങ്ങൾക്കിവിടെ വണ്ടി സൗകര്യം ഇല്ലാത്തത് കൊണ്ടും അടിമാലി ചെല്ലുമ്പോഴത്തേനും ഈ രോഗി മരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ രാജപാത തുറന്നു തന്ന് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന എൻ്റെ പേര് മുതലപ്പനാണ്. ചിക്കൻകുടി ഊരുമുപ്പനാണ്. ഞങ്ങളുടെ കുടിയില് 600 ആൾക്കാരുണ്ട്. 120 വീട്ടുകാരാണ് ഞങ്ങളുടെ മൊത്തത്തില്. 600 ആൾക്കാർ കാണും. അത് മാത്രമല്ല, പിള്ളേർക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതൊന്നും ഇല്ല. പഠിക്കാനെന്ന് പറഞ്ഞാൽ ഒന്നിങ്ങി ഇടുക്കി പോകണം, അല്ലെങ്കിൽ മൂന്നാർ പോകണം. 50 മൈൽ വരെ നല്ല റോഡാണ്. തുടർന്നുള്ള യാത്രകൾക്ക് ജീപ്പിനെ ആശ്രയിക്കേണ്ടി വരും. രാജപാത കടന്നു പോകുന്ന 6 മൈലിന്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ് ചേവലുകുടിയും ചിക്കണംകുടിയും സിങ്കുകുടിയും കള്ളക്കുട്ടിക്കുടിയും എല്ലാം ഉള്ളത്. ആദിവാസി, മുതുവ, മന്നാൻ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് അവിടെ താമസിച്ചു വരുന്നത്. 50 മൈലിൽ നിന്നും കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ കള്ളക്കുട്ടിക്കുടിയിലെത്താം. ഓഫ് റോഡാണ്. കള്ളക്കുട്ടിക്കുടിയിൽ ഏകദേശം 300ഓളം ആളുകൾ താമസിച്ചു വരുന്നു. പുഴ കടന്നു വേണം കള്ളക്കുട്ടിക്കുടിയിലെത്താൻ. മുൻപ് അവിടെ ഒരു ചപ്പാത്തുണ്ടായിരുന്നു. എന്നാൽ അത് തകർന്നിട്ട് വർഷങ്ങളേറെയായി. നിലവിൽ കുടിയിലുള്ള താമസക്കാർ ഈറ്റകൾ അടുക്കി വെച്ച് തീരെ വണ്ണം കുറഞ്ഞ കമ്പിയിഴകളിൽ കെട്ടി നിറയെ പാറക്കൂട്ടങ്ങളും ശക്തമായ കുത്തൊഴുക്കുമുള്ള പുഴയ്ക്ക് കുറുകെ ഒരു തൂക്കുപാലം നിർമ്മിച്ച് അതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. ആ കാഴ്ച ഭയപ്പെടുത്തുന്നതാണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നതും ഈ പാലത്തിൽ കൂടിയാണ്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചെത്തുമ്പോഴും അവരെ പാലം കടത്തിയിടുവാനും തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുവാനും പാലത്തിനരികിൽ മാതാപിതാക്കൾ കാത്തു നിൽക്കുന്നു. വർഷക്കാലമായാൽ അവരുടെ യാത്രകൾ ഏറെ ദുരിതം നിറഞ്ഞതാണ്. പോയി
രാജപാതയ്ക്ക് ഏറെ അകലെയല്ലാത്ത കള്ളക്കുട്ടിക്കുടിയിൽ നിന്നും നല്ലതണ്ണി കല്ലാറിലേക്കും മൂന്നാറിലേക്കും കാട്ടിലൂടെ നടന്നാണ് നിലവിൽ അവർ യാത്ര ചെയ്യുന്നത്. ആലുവ മൂന്നാർ രാജപാത കടന്നു പോകുന്നത് 50 മൈൽ സിംഗൂടി ഭാഗമാണ്. നല്ലതണ്ണിയാറാണ് ഈ കാണുന്നത്. പൂയംകുട്ടിയിൽ നിന്നും മൂന്നാറിലെത്തുന്ന രാജപാതയ്ക്ക് നടുവിലൂടെ നിരവധി മരങ്ങളും കല്ലിടിഞ്ഞും മരം വീണും രാജപാത തകർന്നു പോയി എന്നത് തെറ്റായ പ്രചരണമാണ്. ഇതേ കണ്ടില്ലേ, പഴയ ആലുവ മൂന്നാർ റോഡ് പെരുമകുത്തിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഭാഗമാണ്. ഇതെല്ലാം ജനവാസ മേഖലയാണ്. ഇപ്പോഴും നല്ല യോഗ്യമായ സ്ഥലമാണ്, വാഹന സഞ്ചാരമുണ്ട്. ഇത് അതുപോലെ തന്നെയാണ് ഇവിടുന്ന് പെരുമകുത്ത് 6 മൈൽ 50 മൈൽ വരെയുള്ള പ്രദേശം ജനവാസ മേഖലയിൽ കൂടെ തന്നെ കടന്നു പോകുന്ന പ്രദേശമാണിത്. ഈ റോഡ് അതുപോലെ തന്നെ ഇപ്പോഴും സംരക്ഷിച്ചു പോരുമെന്ന്. ചേട്ടാ, ഇവിടുന്ന് 50 മൈൽ വരെ എത്ര കിലോമീറ്റർ കാണും? ഒരു 7 കിലോമീറ്റർ മിനിറ്റാണ്. ആ കാണുന്നതാണ് ശേവരുകുടി. അവിടുന്ന് 3 കിലോമീറ്റർ പോയാൽ ചിക്കണൻകുടിയാണ്. പിന്നെ സിംഗുകുടി, പാറയക്കുടി, കള്ളക്കൊട്ടുകുടി, അതുപോലെ തന്നെ പിന്നെ കരിന്തിരി മേഖലകളൊക്കെയാണ് ആ കാണുന്നത്. പൂയംകുട്ടി മുതൽ മൂന്നാർ വരെ രാജപാതയ്ക്ക് നടുവിൽ പല സ്ഥലങ്ങളിലും വാഹന ഗതാഗതമുണ്ട്. ജനങ്ങൾ കാൽനടയായും യാത്ര ചെയ്യുന്നുണ്ട്. ഈട്ടിയോ തേക്കോ പോലുള്ള വൻമരങ്ങൾ വളർന്നിട്ടില്ല. ചെറിയ വള്ളിപ്പടർപ്പുകളും ചെറിയ കാടുകളുമല്ലാതെ രാജപാതയ്ക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഗവൺമെന്റ് മുന്നിട്ടിറങ്ങിയാൽ ഏകദേശം 6 മാസം കൊണ്ട് രാജപാതയുടെ നിലവിലെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് ജനങ്ങൾക്കായി തുറന്നു നൽകുവാൻ കഴിയും. ഇതാണ് രാജപാത. നെല്ലിപ്പടിയിൽ നിന്ന് കടന്നു പോകുന്ന ഭാഗം. 99 വെള്ളപ്പൊക്കത്തിൽ ഇടിഞ്ഞു പോയ സ്ഥലമാണ് ഈ രാജപാതയുടെ ഭാഗം. പെരുമൻകുത്തിൽ നിന്നും മൂന്നാറിലേക്ക് രാജപാത കടന്നു പോകുന്നത് പാർവതി മലയ്ക്ക് താഴ്വശം ചേർന്നാണ്. രാജപാതയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ താഴത്തുകൂടിയാണ് 6 മൈൽ റോഡ് കടന്നു പോകുന്നത്. ആലുവ മൂന്നാർ രാജപാത. ഈ റോഡ് ഇവിടുന്ന് ഇതേപോലെ തന്നെ ഒരേ മെയിനിൽ തന്നെ കിടക്കുന്ന റോഡാണ്. ഇതിലെ ഈ റോഡ് മൂന്നാർ പോകുന്നതിന് ഒരു വണ്ടിക്ക് ഫസ്റ്റ് ഗിയർ ഇടുന്ന റോഡ് പോലും ഇല്ല. ഈ സെക്കൻഡും തേർഡും മാത്രം ഇട്ട് പോകാൻ പറ്റുന്ന റോഡ്. 15 വർഷം മുമ്പ് ഇവിടെ കർഷകർ വാഴക്കൊല ഇതുവഴി ജീപ്പിന് കയറ്റി അടിമാലി കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന റോഡാണ്. പിന്നെ ഈ കാണുന്ന റോഡ് ഇവിടുന്ന് 2 കിലോമീറ്റർ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ മെയിൻ റോഡ് ആലുവ നമ്മുടെ 50 മൈൽ മാങ്കുളത്തിന് പോകുന്ന റോഡിലേക്ക് ചെന്ന് ചാടാം. ഈ ആലുവ മൂന്നാർ റോഡുമായിട്ട് 3 റോഡ് 50 മൈലിൽ നിന്ന് തന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ റോഡ് 2 കിലോമീറ്റർ, പിന്നെ അക്കരക്കുള റോഡ് 2 കിലോമീറ്റർ വന്നാൽ ഈ അങ്ങേപ്പുറത്ത് ബംഗ്ലാവുന്തറ എന്ന് പറയുന്ന പണ്ട് രാജാവിൻ്റെ കാലത്ത് ബംഗ്ലാവുന്തറ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ സിംഗുടിയിൽ നിന്ന് ഒരു റോഡ് ബംഗ്ലാവുന്തറ കയറി വരുന്നുണ്ട്. ഇവിടെ നിന്ന് 9 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ലതണ്ണി കല്ലാറ് അവിടെ വരെയും പോകാൻ 9 കിലോമീറ്ററേ ഉള്ളൂ. അവിടുന്ന് 6 കിലോമീറ്റർ കൊണ്ട് പോയി മൂന്നാറായി. അപ്പോൾ 9, 6, 15 കിലോമീറ്റർ കൊണ്ട് മൂന്നാർ ചെല്ലുന്ന റോഡാണിത്. ഈ റോഡ് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 50 മൈൽ പ്രദേശത്തെ മൊത്തം ജനങ്ങൾക്കും മാങ്കുളം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിന് മൊത്തം കീഴിൽ വരുന്ന മൊത്തം ജനങ്ങൾക്കും ഭയങ്കര ഗുണപ്രദമായ റോഡാണ്. നിലവിൽ രാജപാത കടന്നു പോകുന്ന 50 മൈലിൽ ഒരു കലുങ്ക് നിർമ്മിച്ചാൽ 50 മൈലിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നല്ലതണ്ണി കല്ലാറിലെത്താം. 8 മീറ്റർ വീതിയിൽ കയറ്റിറക്കങ്ങളില്ലാതെ കടന്നു പോകുന്ന പഴയ രാജപാത ചില ഭാഗങ്ങളിൽ നേരിയ അളവിൽ സൈഡ് ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതുവഴി പല ഭാഗങ്ങളിൽ കൂടിയും ജീപ്പിനും മറ്റും പോകുന്നതിനുള്ള വീതിയുണ്ട്. ഈ വഴി കടന്നു വരുന്ന 2 ഭാഗവും റവന്യൂ ഭൂമിയാണ്, ജനവാസ മേഖലയാണ്. ആൾക്കാരെ കൃഷി ചെയ്ത് കുരുമുളക്, കൊക്കോ, കാപ്പി, കൊടി, ഏലം ഇങ്ങനെയുള്ള എല്ലാവിധ കൃഷികളും ചെയ്ത് ഉപജീവന മാർഗം നടത്തുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് 1 കിലോമീറ്റർ മുമ്പോട്ട് മാറിക്കഴിഞ്ഞാൽ പഴയ ബംഗ്ലാവുന്തറയാണ്. അതിന് താഴെയെല്ലാം ആദിവാസി സെറ്റിൽമെന്റ് ആണ് ഉള്ളത്. രാജപാത കടന്നു പോകുന്ന റോഡിന് മുകളിലും താഴെയുമായി നിരവധി ആളുകൾ താമസിച്ചു വരുന്നു. കൃഷിയിടങ്ങളുമുണ്ട്. ഇത് 50 മൈലാണ്. തൊട്ടുമുകളിലാണ് എൻ്റെ താമസം. ഇത് പഴയ ആലുവ മൂന്നാർ രാജപാത ആണ്. 6 മൈൽ, ചേവൽകുടി, സിംഗുകുടി, ചിക്കണംകുടി, കള്ളക്കുട്ടിക്കുടി തുടങ്ങിയ ആദിവാസി ഊരുകൾ രാജപാതയ്ക്ക് ഏകദേശം 1 മുതൽ 5 കിലോമീറ്റർ വരെ ചുറ്റളവിലാണ്. 50 മൈലിൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവും കുതിരലായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ ബംഗ്ലാവെല്ലാം നശിച്ചു. ഇപ്പോഴാ സ്ഥലം ബംഗ്ലാവിൻ തറ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടങ്ങളിൽ രാജപാതയ്ക്ക് ഏകദേശം 30 മീറ്ററോളം വീതിയുണ്ട്.
നിലവിൽ നല്ലതണ്ണി കല്ലാറിൽ നിന്നും മൂന്നാറിൽ രാജപാത എത്തുമ്പോൾ മൂന്നാർ ടൗണിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും വേസ്റ്റുകൾ കൊണ്ടേ തള്ളുന്നത് രാജപാത കടന്നുപോകുന്ന വഴിയിലാണ്. അവിടെ അവർ ഷെഡും മറ്റും നിർമ്മിച്ച് വേസ്റ്റുകൾ തരംതിരിക്കുന്നതും എല്ലാം നമുക്ക് കാണാം. ആയിരത്തി 1895 തിരുവിതാംകൂർ ഗവൺമെന്റ് മലയാറ്റൂർ ഇടിയറ ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. തുടർന്ന് പഴയ ആലുവ മൂന്നാർ റോഡിന്റെ വികസനത്തിന് വേണ്ടി റോഡ് കടന്നുപോകുന്ന ഭാഗം 1919 തിരുവിതാംകൂർ സർക്കാരിന്റെ തീരുമാനപ്രകാരം ഫോറസ്റ്റിൽ നിന്നും വിടുതൽ ചെയ്ത് പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ടുതന്നെ വനം വകുപ്പിന് യാതൊരുവിധ അവകാശങ്ങളും ആ റോഡിനില്ല. പൂയംകുട്ടി പെരുമ്പൻകുത്ത് വനപ്രദേശങ്ങൾ എലിഫന്റ് കോറിഡോറാണെന്ന് പറയപ്പെടുന്നു. നിയമപ്രകാരം ഒരിടത്തുമില്ല. വന്യമൃഗങ്ങളുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ വനത്തിൽ കൂടിയും വന്യജീവി സങ്കേതത്തിൽ കൂടിയും റോഡുകൾ കടന്നു പോകുന്നുണ്ട്. അവിടെ നിർമ്മിച്ചിട്ടുള്ള രീതിയിൽ വന്യമൃഗങ്ങൾക്കുള്ള അണ്ടർഗ്രൗണ്ട് പാസേജും റിട്ടൈനിങ് വാളുകളും ഫ്ലൈഓവറും സ്ഥാപിച്ചാൽ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ്. പൂയംകുട്ടി മുതൽ പരിഹരിക്കപ്പെടേണ്ട പ്രദേശങ്ങളിൽ പീണ്ടിമേട് മുതൽ കുറത്തിക്കുടി വരെ വെറും 11 കിലോമീറ്റർ മാത്രമാണ്. വനം വകുപ്പ് പറയുന്ന മൂന്നാമത്തെ കാര്യം പരിതസ്ഥിതിയാണ്. കുറത്തി മുതൽ പെരുമ്പൻകുത്ത് വരെ വനത്തിൽ കൂടി റോഡ് പുനർനിർമ്മിക്കാമെങ്കിൽ കുറത്തി മുതൽ പീണ്ടിമേട് വരെ റോഡ് പുനർനിർമ്മിക്കുന്നതിൽ പരിതസ്ഥിതിക്ക് ദോഷമാകില്ല. അതുപോലെ മാങ്കുളത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഡാം പണിയുന്നു. വനമേഖലയിൽ കുറത്തിയിൽ പവർ ഹൗസ് പണിയുന്നു. 6 കിലോമീറ്റർ ദൂരത്തിൽ മാങ്കുളത്തു നിന്നും കുറത്തിക്കുടി പവർ ഹൗസ് വരെ ടണൽ നിർമ്മിക്കുന്നു. വനത്തിലെ വൻ വൃക്ഷങ്ങൾ വെട്ടിമാറ്റി കേബിൾ ലൈൻ വലിക്കുന്നു. ആയതിനെല്ലാം പരിസ്ഥിതി അനുവാദം ലഭിച്ചു. എന്നാൽ നിലവിലുള്ള 11 കിലോമീറ്റർ രാജപാത നന്നാക്കിയാൽ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യും എന്നാണ് പറയുന്നത്. നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസിലെ 6004/2025 കേസിൽ റവന്യൂ വകുപ്പ് തന്നെ സെൻട്രൽ സർവേ ഓഫീസിൽ നിന്നെടുത്ത സർവേ രേഖകളുടെ അടിസ്ഥാനത്തിൽ രാജപാത റവന്യൂവിലും PWDയിലും നിക്ഷിപ്തമാണെന്ന് പറഞ്ഞ് രാജപാത സർവേ ചെയ്യുവാൻ ലാൻഡ്സ് റവന്യൂ കമ്മീഷണർ ഉത്തരവ് ഇട്ടിട്ടുള്ളതും എന്നാൽ വനം വകുപ്പ് ആയത് തടഞ്ഞിട്ടുള്ളതുമാണ്. ഈ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനോട് തർക്കം തീർത്ത് 2 ഡിപ്പാർട്ട്മെന്റും റോഡ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് ബോധ്യപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സർക്കാർ ഇപ്പോൾ എക്സ്പേർട്ട് കമ്മിറ്റിയെ 3 വകുപ്പിൽ നിന്നും നിയോഗിച്ച് പഠനം നടത്തുന്നു. നമ്മുടെ ഈ രാജപാതയില്ലേ, ഈ രാജപാത 1979 ഇലക്ട്രിസിറ്റി ബോർഡുകാര് ഈ റോഡ് പണിത അറിയാമല്ലേ? ടെൻഡർ വരെ എടുത്ത് പണിതിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് എടുത്താട്ടിന്ന സർക്കാരിന്റെ ചെയ്യുന്നല്ല, ഫോറസ്റ്റുകാരുടെ ചെയ്യുന്നല്ല എടുത്തിരിക്കുന്നത്. ഫോറസ്റ്റുകാർ പറയുന്നതല്ല, അവരുടെ വകയെന്നാ പറയുന്നത്. അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അവര് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് ഒരു ഫോറസ്റ്റിന്റെ ഇടിയറ മലയാളത്തിൽ ഫോറസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1895 നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ വനത്തിലുള്ള എല്ലാ സാധനവും റോഡ് സഹിതം അവരുടെയാണെന്ന് അവർ പറയുന്നത്. ഏതായാലും സെൻട്രൽ സർവേ ഓഫീസിൽ നിന്ന് ഈ റോഡിന്റെ മുഴുവൻ രേഖകൾ എടുത്ത് നമ്മളെ ഹാജരാക്കിയിട്ടുണ്ട്. ആ രേഖ കൊണ്ട് കാണാൻ പറ്റും ഇത് ഫോറസ്റ്റിന്റെ അല്ലെന്നാണ് കാണാൻ പറ്റും. പഴയ ആലുവ മൂന്നാർ രാജപാതയുടെ കേസുകൾ വാദിക്കുന്ന അഡ്വക്കേറ്റ് AC ദേവസ്യയുടെ അഭിപ്രായത്തിൽ രാജപാത റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റേതാണ് എന്ന് തെളിഞ്ഞു. ഇനി സർക്കാരിന് തീരുമാനിക്കാം പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമോ വേണ്ടയോ എന്ന്. 1924 പ്രകൃതി ദുരന്തത്തിൽ പഴയ ആലുവ മൂന്നാർ രാജപാത തകർന്നതിന് ശേഷം 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ രാജപാത തുറക്കണമെന്ന ശക്തമായ ആവശ്യം നാടെങ്ങും ഉയരുമ്പോൾ രാജപാതയ്ക്ക് വേണ്ടി കേസുകൾ വാദിക്കുന്ന അഡ്വക്കേറ്റുമാരും രാജപാത ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും ജാതിമത സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവരും മറ്റു വിവിധ മതസഭാ മേലധ്യക്ഷന്മാരും ഈ ആവശ്യവുമായി സജീവമായി രംഗത്തുണ്ട്. അവരുടെ അഭിപ്രായങ്ങളിലേക്ക്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളായ കോതമംഗലം രൂപത ഉൾപ്പെടുന്ന ഇടുക്കി രൂപതയുടെ ഭാഗങ്ങളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ക്ഷേമത്തിനു വേണ്ടി, ഉന്നമനത്തിനു വേണ്ടി അവർ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, വന്യജീവി ശല്യം, അതുപോലെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, എല്ലാറ്റിലും സ്നേഹത്തോടെ ഇടപെടുന്ന മനുഷ്യജീവിതത്തിന് കരുത്താവുന്ന കാവലാളാവുന്ന പ്രിയ പിതാവാണ് നമ്മോടൊപ്പം. കോതമംഗലം രൂപതയുടെ അഭിമന്യ പിതാവ് മാർ ജോർജ് മണത്തിക്കണ്ടത്തിൽ പിതാവ് അല്പനേരം നമ്മോടൊപ്പം സംവദിക്കുക. പിതാവെ, ഈശ്വമിശിലേക്ക് സ്തുതിയിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഏതൊരു നാടിൻ്റെയും ഏതൊരു ജനവിഭാഗത്തിൻ്റെയും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പ്രധാനപ്പെട്ട കാര്യമാണ് സഞ്ചാര യോഗ്യമായ റോഡുകൾ. നമ്മുടെ ഈ പ്രദേശം
ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് കാർഷിക മേഖല എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ഹൈറേഞ്ചിൽ ഈ ടൂറിസ്റ്റുകളുടെ വരവ് ഏറെ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. ടൂറിസം ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങൾ കൂടുതൽ ടൂറിസ്റ്റ് എന്ന നിലയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് പ്രദേശത്തേക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരും ധാരാളം പേര് ഓരോ ദിവസവും സഞ്ചരിക്കുന്നുണ്ട് മൂന്നാർ ഭാഗത്തേക്ക് പോകാനായിട്ട്. ഇപ്പോഴുള്ള ഈ നേര്യമംഗലം വഴി ഒന്ന് അത് വികസനത്തിന് ഫോറസ്റ്റുകാർ തടസ്സമായിരുന്നു. പക്ഷേ അത് കോടതിയും ഗവൺമെൻറ് ഇടപെട്ട് അത് നീക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വലിയൊരു പ്രശ്നം മലയിടിച്ചിട്ടുണ്ടാകുമ്പോൾ ആ വഴി ബ്ലോക്കായി പോകുന്നു. ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ചയിൽ കുമ്പൻപാറ ഭാഗത്ത് മലയിടിഞ്ഞു, റോഡ് ബ്ലോക്കായി. ഇപ്പോൾ സഞ്ചാരയോഗ്യം എല്ലാം നടക്കുകയാണ്. വലിയ ഹൈവേ, നാഷണൽ ഹൈവേ 85, അതിന് സമാന്തരമായ വഴികളില്ലിപ്പോൾ. എൻ്റെ ചിന്ത ആദ്യത്തെ രാജപാത അത് പുനർജീവിപ്പിക്കുകയും ഈ സമാന്തര പാത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പാതയിലൂടെ വരാൻ സാധിക്കും. ഒരു പ്രശ്നമില്ലാതെ ആൾക്കാർക്ക് വരാം. ഒരു കാര്യമാണ്. രണ്ട്, ഏതൊരു രാജ്യത്തും ഈ ടൂറിസ്റ്റ് സെന്റേഴ്സിലേക്ക് ഒരു വഴി മാത്രമല്ല, പല വഴികളുണ്ടാവും. അപ്പോൾ നമുക്ക് നിലവിലുണ്ടായിരുന്ന ആ വഴി അടച്ചുകളയല്ല ചെയ്യേണ്ടത്, അത് തുറന്നു കൊടുത്ത് ജനങ്ങളുടെ ആവശ്യത്തിന്, ജനങ്ങളുടെ സൗകര്യത്തിന് ഉപകാരപ്രദമായ രീതിയിൽ അത് തുറന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ആലുവ മൂന്നാർ രാജപാത പുനർനിർമ്മാണം സംബന്ധിച്ച് സജീവമായി ചർച്ച ചെയ്യുന്ന സന്ദർഭമാണല്ലോ. കുട്ടമ്പുഴ പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന വ്യക്തി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു. നിലവിലുള്ള ആലുവ മൂന്നാർ റോഡിന്റെ യാത്രാ ദുരിതങ്ങളുടെയും പ്രതിസന്ധികളുടെയും പരിഹാരവും മൂന്നാറിലേക്ക് എളുപ്പത്തിലും സുഗമമായി എത്തിച്ചേരുന്നതിനും ആലുവ മൂന്നാർ പഴയ റോഡ് അഥവാ രാജപാത പുനർനിർമ്മാണം ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും സുഗമമായ മാർഗം. അതിപുരാതനമായ ആലുവ മൂന്നാർ രാജപാത അത് കേരള സംസ്കാരത്തിന്റെ തന്നെ വലിയൊരു പൈതൃകമാണ്. ഈ റോഡിന്റെ പുനർനിർമ്മാണം സാധ്യമാകുന്നതോടുകൂടി കീരമ്പാറ, കുട്ടമ്പുഴ, മാങ്കുളം പഞ്ചായത്തുകളുടെ വികസന സാധ്യതകൾ ഒരുപാട് വർദ്ധിക്കും. പ്രത്യേകിച്ച് കുട്ടമ്പുഴയും വടാട്ടുപാറയും കീരമ്പാറയും ആനക്കുളത്തും മാങ്കുളത്തും ഒക്കെയുള്ള സാധാരണ ജനവിഭാഗങ്ങൾക്കൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ധാരാളമായി വസിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുടെ വികസന സാധ്യതകളും അവരുടെ ജീവിത സൗകര്യങ്ങളും വർദ്ധിക്കുന്നതിന് ഈ റോഡിന്റെ നിർമ്മാണം തീർച്ചയായിട്ടും വളരെയേറെ ഉപകരിക്കപ്പെടും. മാങ്കുളം പഞ്ചായത്തിനോടും അതിനോട് അനുബന്ധിച്ച് ഉള്ള അയൽവക്ക പഞ്ചായത്തുകളിലെ കണക്കുകളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇതിനോട് അടുത്തുള്ള ഇടമലക്കുടി രാജ്യത്തെ ഏക ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 22 കുടികളുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ 16ഓളം ആദിവാസി കുടികളുണ്ട്. അടിമാലി പഞ്ചായത്തിൽ 28 ആദിവാസി കുടികളിൽ 6 എണ്ണം ഈ കുറത്തിക്കുടി ഈ രാജപാത കടന്നു പോകുന്ന പാതയുടെ ഇരുവശത്തായിട്ടാണ് ഈ 6 കുടികളുള്ളത്. നമസ്കാരം, ഞാൻ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ. നമ്മൾ ആലുവ മൂന്നാറുമായി ബന്ധപ്പെട്ട് ഈ ഭരണസമിതി കയറിയ സമയം മുതൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കമ്മിറ്റി തീരുമാനമെടുക്കുകയും പല സമര പരിപാടികളൊക്കെ നടക്കുകയും ഇതിനു വേണ്ടിയിട്ടുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കുകയും ഒക്കെ സംവിധാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ റോഡ് തുറന്നു കിട്ടിയ ഏറ്റവും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായി കടന്നു വരാനായിട്ട് കഴിയും. കാരണം നിരവധി ആളുകൾ ദൂരക്കൂടൽ കൊണ്ടും ബ്ലോക്ക് ഇപ്പം പോകുന്ന അടിമാലി കൂടി പോകുന്ന റോഡിലൊക്കെ വൈകുന്നേരം രാത്രി ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം ആ സാഹചര്യമൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിയും ഈ റോഡുകൾ തുറന്നു കിട്ടിയാൽ. എന്റെ പേര് ജോർജ് എന്നാണ്. എന്റെ അപ്പന്റെ പേര് മാത്യു എന്നാണ്. എന്റെ അപ്പൻ ചെറുപ്പം മുതലുള്ള കടക്കാരനാണ്, കച്ചവടമാണ്, ചായക്കട ഹോട്ടലൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ആ കാലം മുതൽ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അതിനുള്ള ഓർമ്മ എനിക്ക് ശരിക്കുണ്ട്. ഇതില് കുതിരവണ്ടിയും ജീപ്പൊക്കെ യാദർശമായിട്ട് വരാറുണ്ട്. വാഹനങ്ങൾ കുറവാണെങ്കിലും റോഡ് ഉണ്ടായിരുന്നു. അന്നും റോഡും വലിയ കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. ടൂറിസ്റ്റ് ഇവിടെ
ബംഗ്ലാവിന്റെ ഇപ്പൊ റേഞ്ച് ഓഫീസിൽ ഇരിക്കുന്നവർക്ക് വലിയ ബഹുനീളം 50 അടിയെ തീർത്ത കെട്ടിടം ഉണ്ടായിരുന്നു. അവിടെ സത്ര എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് 10-14 വയസ്സുള്ളപ്പോഴാണ് ആ കെട്ടിടം പൊളിച്ചു പോകുന്നത്. കോലങ്കാരം മേടിച്ചോണ്ട് പോയത്. അപ്പൊ അന്നത്തെ കാലത്ത് ഇവിടെ ഈ റോഡിന് ആലുവ മൂന്നാർ റോഡ് എന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് മാങ്കുളത്ത് നടന്നു തന്നെ ആൾക്കാർ സത്രത്തിന് താഴെ വന്ന് മരിച്ച് കിടക്കും. അന്നേരം എൻ്റെ അമ്മാവന്മാരെ കൊടുത്ത അവസരം ഇതേ കാരണ സ്ഥലത്താണ് ഞങ്ങളെ കൊണ്ട് അടക്കിക്കൊണ്ടിരുന്നത്. മലമ്പനി ബാധിച്ചു. അതൊക്കെ എനിക്ക് ഓർമ്മയുള്ള സമയത്താണ്. അങ്ങനെ ചരിത്രമുള്ള സ്ഥലമാണ്. അത് ഇതിലേ വഴിയുള്ളൂ, വേറെ ഒന്നും വഴിയില്ല. എൻ്റെ പേര് KJ ഷിബു, CPIയുടെ മണ്ഡല കമ്മിറ്റി അംഗമാണ് കോതമംഗലത്ത്. എന്നാൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള പ്രദേശം കുഴിമുട്ടി ആയതിൻ്റെ പേരിൽ ഈ വഴി ഇതിന് തന്നെ പോകണമെന്ന് തന്നെയാണ് നാട്ടുകാരും ഞങ്ങളെല്ലാം ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് CPIയുടെ നിലപാടുകൾ അത് തന്നെയാണ്. വഴി മറ്റു വഴിയിലൂടെ തിരിച്ച് വിടാതെ കോതമംഗലം, കുഴിമുട്ടി, പെരുമ്പക്കുത്ത് മേഖലകളിലൂടെ തന്നെ കടന്നു പോകണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. അതങ്ങനെ തന്നെ ആയി വരിക എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ മറ്റു രീതിയിലുള്ള ഒരു പ്രചരണ നിലപാടുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സുകൾ എന്നും ആഗ്രഹിക്കുന്നത് ആ പഴയ വഴികളെ തുറന്നുകൊണ്ട് ആ വഴി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോഷി പൊട്ടക്കൽ, കോൺഗ്രസിന്റെ കുട്ടമ്പുഴ മണ്ഡലം പ്രസിഡന്റാണ്. ഈ രാജപാത വീണ്ടും തുറന്നു കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട ഡീൻ കുര്യാക്കോസിന്റെയും അതുപോലെ തന്നെ MLA-മാരുടെയും ബിഷപ്പ് അടക്കമുള്ള സഭാ മേലധ്യക്ഷന്മാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റും ഞാനടക്കമുള്ള മെമ്പർമാരോട് കൂടി ചേർന്നുകൊണ്ട് 3000-ലധികം ആളുകൾ പൂയംകുട്ടി മുതൽ ഈ രാജപാതയിലൂടെ 2 കിലോമീറ്റർ ഉള്ളിലോട്ട് സഞ്ചരിക്കുകയുണ്ടായി. തീർച്ചയായും സഞ്ചാരയോഗ്യമായ, ഇപ്പോഴും ഫോറസ്റ്റിന്റെ ജീപ്പുകൾ പൂയംകുട്ടി മുതൽ പീണ്ടിമേട് വരെയും അതിന് അപ്പുറത്തേക്ക് തോടുന്നട വരെയും എല്ലാം സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു വഴിയാണ്. കുട്ടമ്പുഴയിലെ കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് പാർട്ടിയുടെയും നാട്ടുകാരുടെയും ആവശ്യം ഈ വഴി തുറന്നു കിട്ടണം എന്ന് തന്നെയാണ്. വന്യജീവിയുടെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഈ പഞ്ചായത്തിൽ നിലനിൽക്കുന്നതിനാൽ ടൂറിസം അല്ലാതെ ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് മറ്റൊരു സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ടും തീർച്ചയായും ഈ വഴി തുറന്നതിന് വേണ്ടി അധികാരികൾ കണ്ണു തുറക്കണം. അധികാരികൾ കണ്ണു തുറന്ന് ഇതിന് ഒരു ഉചിത തീരുമാനമെടുക്കുന്നവരെ സമരമുഖത്ത് കുട്ടമ്പുഴയിലെ കോൺഗ്രസും മണ്ഡലം പ്രസിഡന്റായ ഞാനും ഉണ്ടാവും എന്നുകൂടി ഈ സമയത്ത് അറിയിച്ചു. എത്രയും പെട്ടെന്ന് ഈ രാജപാത തുറന്നു തരണമെന്നും അതിനുവേണ്ട എല്ലാ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ തട്ടേക്കാട് മഹാദേവക്ഷേത്രത്തിലെ ശാന്തിയാണ്. പഴയ ആലുവ മൂന്നാർ രാജപാത പുനർനിർവഹിക്കേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ്. ഇതിനുവേണ്ടി സർക്കാരിൽ നിന്നുള്ള എല്ലാവിധ നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കരിന്തിരിമല ഇടിഞ്ഞു എന്ന് പറയുന്ന പ്രദേശം നിലവിൽ ഇപ്പോൾ ഗതാഗത യോഗ്യമാണ്. അത് കുർത്തിക്കുടിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പെരുമ്പക്കുത്ത്, ചിക്കനംകുടി, സിംഗക്കുടി, 50-ാം മൈൽ എന്നീ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുമാണ്. എൻ്റെ പേര് AP സുനിൽ. ഞാൻ CPIയുടെ അടിമാലി ഏരിയ കമ്മിറ്റി അംഗമാണ്. ഞാൻ ഈ മാമ്പത്ത് ജനിച്ച് വളർന്ന ആളാണ്. പഴയ ആലുവ റോഡിന്റെ പുനരുജ്ജീവനം, ആ റോഡ് ആദ്യകാലങ്ങളിൽ ഗതാഗതയോഗ്യമായിരിക്കുകയും ഈ മാർഗം ഉൾപ്പെടെ കൊട്ടിക്കുടി ഉൾപ്പെടെ വെള്ളക്കുടി ഉൾപ്പെടെയുള്ള ആദിവാസി നദികളിൽ നിന്ന് ആദിവാസികളും അതോടൊപ്പം തന്നെ മറ്റ് ജനങ്ങളും പിന്നെ വാഹനം ഉപയോഗിച്ച് ഇവിടെ കോതമംഗലത്തേക്ക് പോവുകയും അവിടെ നിന്ന് സാധനങ്ങളും കെട്ടിട സാമഗ്രികളും എല്ലാം ആ റോഡ് വഴി കൊണ്ടുവന്ന് മരണം എൻ്റെ സ്കൂൾ ഉൾപ്പെടെ പറയുന്നതിന് വേണ്ടി ആ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ പേര് KK ശിവൻ. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ കൺവീനറും CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. 1964 കുട്ടമ്പുഴ പഞ്ചായത്ത് രൂപീകരിക്കുകയും ആ കാലം മുതൽ തന്നെ നിലവിൽ അധികാരത്തിലിരുന്ന എല്ലാ പഞ്ചായത്ത് സമിതികളും ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തന്നെ ഈ രാജപാത തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ കോതമംഗലം MLA ആന്റണി ജോൺ, ദേവികുളം MLA D രാജ, ഉടുമ്പൻചോല MLA M മണി, മാങ്കുളത്തെ ജനങ്ങളും സംയുക്തമായി നിരവധിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം ഈ കാലഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു. ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ വർഷം
അഡ്വക്കേറ്റ് ദേവസി മോഹൻ ഞാൻ അതിൽ കക്ഷിയായിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും രാജപാത തുറക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി റിട്ട് സമർപ്പിക്കുകയും ചെയ്തു. നേരിമംഗലം കൂടി മൂന്നാറിന് പോകുന്ന വഴി ഏതെങ്കിലും കാരണവശാലും ബ്ലോക്കായാൽ ഒരു സമാന്തര പാത ഇത് LDF സർക്കാരിൻ്റെയും UDF സർക്കാരിൻ്റെയും പ്രകടന പത്രികയിലും അതുപോലെ തന്നെ അവരുടെ തന്നെ വലിയ കാഴ്ചപ്പാടുകൂടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വർഷങ്ങളായി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. നമുക്ക് ഈ റോഡ് തുറന്നു കഴിഞ്ഞാൽ ടൂറിസം മേഖലയിൽ വളരെ വലിയ ഒരു പ്രതീക്ഷയുണ്ട്. കേരളത്തിലെ തന്നെയല്ല, വിദേശത്തും സ്വദേശത്തും അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒട്ടനവധി പേര് ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ കാണുന്ന സ്ഥലം എറണാകുളം ജില്ലയുടെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഭാഗമാണ്. നിലവിൽ രാജപാത പൂയംകുട്ടിയിൽ വെച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അടച്ചിട്ട് ബോർഡ് വെച്ചിരിക്കുകയാണ്. അതിലൂടെ നാട്ടുകാർക്കോ വിദേശികൾക്കോ ടൂറിസ്റ്റുകൾക്കോ അതിലെ കടത്തിവിടാൻ അവർ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഈ സാഹചര്യത്തിൽ തന്നെ വലിയ വലിയ ഹിറ്റ് ചിത്രങ്ങളുടെ ചിത്രീകരണം, അതുപോലെ ഇവിടുന്ന് 6 കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ പീണ്ടിമേട് വെള്ളച്ചാട്ടം കാണാം. ആ പരിസരത്ത് ഒരു പട്ടണം തന്നെ ഒരുക്കി വീടുകളും പാലങ്ങളും നിരവധി സെറ്റിട്ട് മാസങ്ങളോളം സിനിമ ഷൂട്ടിംഗ് നടത്തിയിട്ടുള്ളതും വമ്പൻ സിനിമകളൊക്കെ ഇവിടെ ഹിറ്റ് ചിത്രീകരിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. വാസ്തവത്തിൽ ഇതിനൊക്കെ ആരാണ് അനുമതി കൊടുത്തിട്ടുള്ളത്? എൻ്റെ പേര് സിനി കൃഷ്ണൻ. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഒരു ആൽബത്തിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് കുട്ടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. തട്ടേക്കാട് പക്ഷി സങ്കേതം, ഭൂതത്താങ്കെട്ട് ഡാം, ബ്ലാവന കടത്ത് കടവ്, പിന്നെ പൂയംകുട്ടി ചപ്പാത്ത്, ഇതൊക്കെ എത്ര ഭംഗിയായ സ്ഥലങ്ങളാണ്. പൂയംകുട്ടിയിൽ പോയപ്പോഴാണ് പഴയ ആലുവ മൂന്നാർ രാജപാത അടച്ച് ജനങ്ങൾക്ക് പ്രവേശനമില്ല എന്നിട്ടുള്ള ഒരു ബോർഡ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്കിനി പോകേണ്ടത് മൂന്നാറിലേക്കാണ്. ഈ രാജപാത തുറന്ന് കിട്ടുകയാണെങ്കിൽ ചെറിയ കിലോമീറ്റർ കൊണ്ട് ഞങ്ങൾക്ക് അവിടെ എത്തായിരുന്നു. ഇനി ഞങ്ങൾ 120 കിലോമീറ്റർ ചുറ്റി വേണം അങ്ങോട്ട് എത്താൻ. ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം പോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടപ്പോഴും ഞങ്ങൾക്കും തോന്നണു ഈ രാജപാത എത്രയും വേഗം ഒന്ന് തുറക്കണം തന്നെയാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ നിരവധി എന്താ പറയുക, സിനിമയ്ക്കായാലും നല്ല നല്ല ലൊക്കേഷനുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസുമാണ്. ഇത് കുട്ടമ്പുഴ ബംഗ്ലാംകടം കടവ്. ഞാൻ കാണുന്നത് കൊടാട്ടുപാറയ്ക്കുള്ള വഴിയാണ്. 1982 അവിടെ വരെ ബസ് വന്നിട്ട് ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ ഇവിടെ വിളിച്ച ഒരു വള്ളക്കാരോ യാതൊന്നും കിട്ടാനില്ലായിരുന്നു. ആ സമയത്ത് ഇവിടെ വെള്ളം കൂടി നീന്തി പലരും പല ആവശ്യങ്ങൾക്കായിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ആ സമയത്ത് വെള്ളത്തിൽ വരും പലരും പോയിട്ടുണ്ട്. ഒറ്റ എണ്ണത്തിന് തിരിച്ചു കിട്ടിയിട്ട് വരില്ല. അങ്ങനെ എത്രയോ ആളുകൾ പഴയ ആലുവ മൂന്നാർ രാജപാത തുറന്ന 100% സർക്കാർ നേട്ടമാണ്. ഇവിടെ അനവധി ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നുണ്ട്. ഇവർക്ക് വന്നിട്ട് അപ്പുറേന്ന് ഇങ്ങോട്ട് കടക്കാൻ വരെ അവർക്ക് കഴിയുന്നില്ല. എന്തിനു പറയുന്നു, ഇപ്പോൾ കുട്ടമ്പുഴ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം വരുമ്പോൾ നടക്കുന്നില്ല, വ്യാപാര സ്ഥാപനങ്ങളിലില്ല, ഒരു കച്ചവടം വരും, സ്ഥലക്കച്ചവടം വരും നടക്കുന്നില്ല. ഈ രാജപാത തുറന്നു കിട്ടിയാൽ മാങ്കുളത്ത് എന്നല്ല, കുട്ടമ്പുഴ എന്നല്ല, ഈ കേരളത്തിൽ മുഴുവൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വളരെയധികം മുതൽക്കൂട്ടാകുന്ന ഒരു വഴിയാണിത്. അത് പണി തീർക്കാവുന്നതുള്ളൂ. 1 വർഷത്തെ മെയിൻ്റനൻസ് കാശ് ആകുന്നുള്ളൂ. ഞങ്ങൾ ഈ റോഡിന് വേണ്ടിയിട്ട് അവസാനം വരെയും ഞങ്ങൾ പരിശ്രമിക്കും, സമരം ചെയ്യും. ഇതിൻ്റെ പുറകെ എപ്പോഴും ഉണ്ടായിരിക്കും. ഞങ്ങൾ ഈ റോഡ് സമര ആക്ഷൻ കൗൺസിലിൽ പ്രത്യേക രാഷ്ട്രീയ മതമൊന്നുമില്ല. CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPI-കാരുണ്ട്, ലീഗുകാരുണ്ട്, BJP-കാരുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹൈന്ദവരുണ്ട്, എല്ലാ മതങ്ങളുണ്ട്. നമസ്കാരം, എൻ്റെ പേര് റോബിൻ ഫിലിപ്പ്. ഞാൻ ഓൾഡ് ആലുവ മൂന്നാർ റോഡിന്റെ ആക്ഷൻ കൗൺസിലിലെ ഒരു അംഗമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മാങ്കുളം നിവാസി കൂടെയാണ്. നമുക്ക് ഈ റോഡ് തുറന്നു കിട്ടുന്ന വഴി ഏകദേശം 13ഓളം ആദിവാസി കുടികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. അതുപോലെ തന്നെ ഈ റോഡുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടമലക്കുടിയിലേക്ക് വെറും 6 കിലോമീറ്റർ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിലേക്ക് നിഷ്പ്രയാസം എത്തിച്ചേരാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളും ഇല്ല. 1980 ഫോറസ്റ്റ് ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ഇതൊന്നും ഈ റോഡിന് ബാധകമല്ല.
അതുപോലെ തന്നെ നമുക്ക് ഈ റോഡിന്റെ വീതി എന്ന് പറയുന്നത് 21 മീറ്റർ മുതൽ 41 മീറ്റർ വരെ വീതിയുണ്ട്. അത് PWDയുടെ ആസ്തി രജിസ്റ്ററിലും ഉൾപ്പെട്ട് വരുന്നതാണ്. യാതൊരുവിധ നിയമ തടസ്സങ്ങളോ കാര്യങ്ങളോ ഈ റോഡിനില്ല. പരിവേഷ് പോർട്ടലിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സർക്കാരിന്റെ തീരുമാനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആ കേസ് വരുമ്പോൾ നാടിന് അനുകൂലമായ ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായും കേരളത്തിനാകമാനമുള്ള ജനങ്ങൾക്ക് അത് ഗുണകരമാവും. അപ്പോൾ ഈ നാടിന്റെ ആവശ്യം എന്ന് പറയുന്നത് ആ റോഡ് നാടിനു വേണ്ടി തുറന്നു നൽകുക എന്നുള്ളതാണ്. നമുക്ക് കോതമംഗലം ധർമ്മഗിരി പടിയിലെ അവിടെ നിന്നും നമ്മൾ കുട്ടമ്പുഴ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ധർമ്മഗിരി പടിയിൽ അവിടെ ഒരു ബോർഡുണ്ട്. PWD ബോർഡാണ്. അതിൽ പെരുമ്പങ്കുത്ത് നിന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം ബ്ലാവന ജംഗ്ഷൻ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിലും പെരുമ്പങ്കുത്ത് എന്നാണ് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ പെരുമ്പങ്കുത്ത് എന്ന് PWD അവകാശപ്പെടുത്തുന്ന ആ ബോർഡ് തീർച്ചയായിട്ടും അവിടം വരെ PWD റോഡ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വൈദികര് പിണ്ടിമേട് എന്ന സ്ഥലത്ത് പലപ്പോഴും അതിന്റെ വെള്ളച്ചാട്ടത്തിന്റെ മനോഹരിത കാണുവാനായിട്ട് ഇവിടെ വരുന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് പോയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കെല്ലാവർക്കും ആക്സസിബിൾ ആയിരുന്ന ഒരു ഇടം കുറച്ചു കഴിഞ്ഞപ്പോൾ പലവിധ കാരണങ്ങളാൽ 2010 മുതൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് പൂർണ്ണമായിട്ടും അടയ്ക്കുന്ന സ്ഥിതിയിലേക്ക് വരികയാണ്. പ്രകൃതിയുടെയും വനനിയമങ്ങളുടെയും പേരിൽ നിലവിൽ ഉണ്ടായിരുന്ന രാജപാത അടച്ചിട്ടിട്ട് വർഷങ്ങൾ 100 പിന്നിടുന്നു. നാടിന്റെ വികസനത്തിന് തടയിടുന്ന ഇത്തരം പ്രവൃത്തികളിൽ നിന്നും വരുംകാലങ്ങളിൽ രാജപാതയ്ക്ക് മോചനമുണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പണ്ട് നാട്ടുവെളിച്ചത്തിൽ നാടും കടന്ന് കൂരിരുൾ മൂടുന്ന കാടും കടന്ന് നാടിന്റെ മക്കളും കാടിന്റെ മക്കളും നാടും നടന്നൊരു വാദ. പണ്ട് നാട് നടന്നൊരു വാദ. ഇന്ന് കാടിന്റെ വന്യത വാരിപ്പുണർന്ന് കാനനച്ചോലയിൽ മൂടിപ്പുതഞ്ഞ് കാലത്തിന്നോവായി ഉറങ്ങുന്നു വാദ. കാലത്തിന്നോവായി ഉറങ്ങുന്നു വാദ.